ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിൻ്റെ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ 251-4 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഒന്നാം ദിവസത്തെ കളി അവസാനിപ്പിച്ചത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ക്യാപ്റ്റൻ്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിൽ ശ്രദ്ധയോടെയാണ് ഇംഗ്ലണ്ട് ഓപ്പണേഴ്സ് ബാറ്റ് വീശിയത്. ആദ്യ സെക്ഷനിലെ ആദ്യത്തെ 1 മണിക്കൂർ അവർക്ക് വിക്കറ്റൊന്നും നഷ്ടമായില്ല. എന്നാൽ സ്കോർ 43-ൽ നിൽക്കെ ബെൻ ഡക്കറ്റിനെയും 44-ൽ നിൽക്കെ സാക് ക്രോളിയെയും ഒരു ഓവറിൽ പറഞ്ഞുവിട്ട് നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് റൂട്ടും ഒലൈപോപ്പും ചേർന്ന് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇരുവരും ചേർന്ന് 109 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് നേടിയത്. ടീക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ തന്നെ പോപ്പിനെ ജഡേജയുടെ പന്തിൽ ധ്രുവ് ചുറൽ പിടികൂടി. 44 റൺസാണ് പോപ്പ് നേടിയത്. അധികം വൈകാതെ 11 റൺസെടുത്ത ഹാരി ബ്രൂക്കിനെ ബുംറ ബൗൾഡാക്കുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്സും റൂട്ടും ചേർന്ന് അധികം വിക്കറ്റ് പോകാതെ ആദ്യ ദിവസത്തെ കളി അവസാനിപ്പിച്ചു. കളി അവസാനിക്കുമ്പോൾ 251-4 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. 99 റൺസുമായി റൂട്ടും 39 റൺസുമായി സ്റ്റോക്സുമാണ് ക്രീസിൽ. കഴിഞ്ഞ 2 ടെസ്റ്റുകളെ അപേക്ഷിച്ച് ബോളിങ്ങിന് കുറച്ച് ആനുകൂല്യം ലഭിക്കുന്ന പിച്ചായിരുന്നു ഇന്നലത്തേത്. അത് ഇംഗ്ലണ്ട് ബാറ്റിങ്ങിൽ കാണാനുമുണ്ടായിരുന്നു. 3.02 എക്കോണമിയിലാണ് അവർ ബാറ്റ് വീശിയത്. ബേസ്ബോൾ ആരംഭിച്ചതിൽ പിന്നെ ഏറ്റവും കുറഞ്ഞ ആദ്യ ദിവസത്തെ സ്കോറാണ് ഇന്നലെ ഇംഗ്ലണ്ട് അടിച്ചത്. ഇന്ത്യൻ ബോളിങ്ങിൽ നിതീഷ് കുമാർ റെഡ്ഡി 2 വിക്കറ്റും ജഡേജ, ബുംറ എന്നിവർ ഓരോ വിക്കറ്റും വീതം നേടി. കഴിഞ്ഞ കളിയിലെ മികച്ച പ്രകടനം നടത്തിയ ആകാശ് ദീപിന് ഇത്തവണ വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. മുഹമ്മദ് സിറാജും വാഷിംഗ്ടൺ സുന്ദറും നല്ല രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും അവർക്കും വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല.